ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയുടേതാണ് ഉത്തരവ്. പ്രതികളായ കെ.ഡി. പ്രതാപന്റെയും ഭാര്യ ഷീനയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ പരാമർശം. കക്ഷികളെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ ചോദ്യം ചെയ്യലിന് എപ്പോൾ ഹാജരാകാൻ കഴിയുമെന്ന് പറയാനാകില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് സംബന്ധിച്ച് കക്ഷികളോട് ചോദിച്ച് ഇന്ന് കോടതിയെ അറിയിക്കാമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചിരുന്നത്. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 12ലേക്ക് മാറ്റി. പ്രതികൾ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകട്ടെ എന്നും എന്ന് ഹാജരാകാൻ കഴിയുമെന്ന് അറിയിക്കണമെന്നും ഇന്നലെ കോടതി പ്രതിഭാഗത്തോട് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ പ്രതികൾക്കായി ഇഡി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് കോടതി നേരത്തെയും ചോദിച്ചിരുന്നു. മണി ചെയിൻ മാതൃകയിലുള്ള ബിസിനസിൽ എല്ലാം നിയമപ്രകാരമാണെന്നും പ്രതികൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് ഉയരുന്നതെന്നും പ്രതിഭാഗവും വാദിച്ചു. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ രേഖകൾ ഹാജരാക്കിയ പ്രതികൾ ഇഡി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. പ്രതികൾ ഒളിവിലാണെന്നും ഇവർ ഹാജരായാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകില്ല എന്നതിൽ ഉറപ്പ് പറയാനാകില്ലെന്നും പ്രോസിക്യൂഷൻ നേരത്തെ നടന്ന വാദത്തിലും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.